ബാക്കും ഫ്രണ്ടും വെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഉള്ള ലെന്ത് നോക്കുക. 8 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് മടക്കി തയ്ക്കുക. തുണി മടക്കിയിട്ടിട്ട് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ 8ഉം 1.5 9.5. നമുക്ക് ഇവിടെ തുണി 9.5 കിട്ടുന്നുണ്ട്. നമ്മൾ ആം ഹോൾ കർവ് എത്രയായിരുന്നു കിട്ടിയേക്കുന്നത് നമ്മുടെ അളവ് ബ്ലൗസിൽ നോക്കുക. അപ്പോൾ നമുക്കിവിടെ 8.5 വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ എൻഡിൽ 9 കൂടെ മാർക്ക് ചെയ്തില്ലേ, ഇവിടെ നമുക്ക് 8.5 കിട്ടുന്നോ നോക്കുക. 8.5 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 8.5 ഇവിടെ അങ്ങ് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിൽ മുന്നേ നിങ്ങളൊരു 3.5 ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കണം. ഒരു ഉദ്ദേശം 3.5 മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ആംഹോൾ പിടിച്ചതിൻ്റെ അനുസരിച്ച് ഇതില്ലേ കൈക്കുഴി നമുക്ക് അറ്റാച്ച് ചെയ്യാനല്ലേ ഇനി നമ്മൾ നോക്കണ്ടേ ബോഡി പാർട്ടിൽ. അപ്പോൾ ഇത് കിട്ടുന്നോ നോക്കുക. ഇവിടെ നമുക്ക് 8.5 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 8.5 കിട്ടുന്നു. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നമുക്ക് 8.5 കിട്ടും. ബാക്കി തയ്യൽ തുമ്പും വരും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ്. എന്നിട്ട് ഈ 8.5 ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ചെയ്യാം. കൈ കുഴിച്ച് വെട്ടുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ ഒരു ലൈനായി. ആ ലൈനിൻ്റെ സെൻറ്റർ കാണും. 7.5 ഉണ്ട്. 3.25 വരും സെൻറ്റർ വരുമ്പോൾ. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യണം. ആ ലൈനിൽ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഒന്നിട്ടില്ലേ, ഇവിടെ നിന്ന് ഡോട്ടിട്ട് ഈ ഒന്നിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഈ 8.5 ഇങ്ങനെ കട്ട് ചെയ്യണം. കണ്ടോ? അപ്പോൾ കൈ കുഴിച്ച് വെട്ടുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ 8.5 ആം ഹോൾ കർവിൻ്റെ ഇവിടെ ഉണ്ട്. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. 7.25 വരും. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ലൈൻ ചെയ്തു. അവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് ഇട്ടിട്ട് ഈ 1 നിന്ന് ഡേഷ് പോലെ ഷേപ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് നമുക്ക് 8.5 കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഇവിടെ സ്ലീവിൻ്റെ ഓപ്പൺ റൗണ്ട് നോക്കണം. അടിഭാഗത്തെ വണ്ണം 6 ഇഞ്ചാണ്. 1.5 ഇഞ്ച് നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ് ഈ 1.5 മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വണ്ണം വന്നേക്കുന്ന 6 ഇഞ്ച്. 1 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കേട്ടോ. വണ്ണം 6 ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പിലും മാർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ ലൈൻ ചെയ്യണം. കണ്ടോ? ഇനി നമുക്ക് കട്ട് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ബാക്ക് ഇങ്ങനെ എടുത്തിട്ട് ഷോൾഡർ അരേഞ്ച് അടിച്ച് പോകും. കൈയുടെ എൻഡ് ഭാഗം നമ്മളിവിടെ ചെയ്യുമ്പോൾ വേണ്ട കറക്റ്റ് ആം ഹോളും കൈക്കുഴിയുടെ ആം ഹോളും ബോഡിയുടെ ആം ഹോളും കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ലൈനിൽ കൂടെ നമുക്ക് കൈയുടെ ഷേപ്പ് എടുക്കാം. മടക്കി തയ്ക്കാനാണ് ഇവിടെ സെൻറ്റർ. ഇനി നമുക്ക് ഫ്രണ്ട് ഇതോടെ ഇച്ചിരി ഓപ്പൺ ചെയ്യേണ്ട കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രണ്ട് അരേഞ്ച് കുഴിച്ച് വെക്കണം. നമ്മളിവിടെ മാർക്ക് ചെയ്തില്ലേ സെൻറ്റർ, ബാക്കും ഫ്രണ്ടും കൂടെ കുഴിച്ച് വെട്ടണം. അവിടെ നമുക്ക് ഫ്രണ്ട് അരേഞ്ച് കുഴിച്ച് വെട്ടണം. ആ സെൻറ്ററിൽ നിന്ന് തന്നെ താഴോട്ട് അര വന്നിട്ട് എന്നിട്ട് നമ്മളിവിടെ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, എന്നിട്ട് ആ ഒന്നിൽ മാർക്ക് ചെയ്ത് ഡോട്ടിട്ട് ഈ അരയിലും കൊണ്ടുവന്നതിന് ശേഷം ഇതിനകത്ത് ഇങ്ങനെ തെച്ച് ഇവിടെ ആ സെൻറ്റർ ഭാഗം കണ്ട് മനസ്സിലാക്കുക. ഈ 2 പീസ് മാത്രം എടുക്കുക. മുകളിലത്തെ 2 പീസ് മാത്രം എടുക്കുക. കണ്ടോ? എടുത്തതിന് ശേഷം വേണമെങ്കിൽ നിവർത്തിയിട്ടോ.
എന്നിട്ട് കണ്ടോ, ഇത്ര നമുക്ക് ഫ്രണ്ടും വെട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടോ, ഇതേപോലെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇപ്പം നമുക്ക് നോക്കിക്കോ, നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതും സ്ലീവിൻ്റെയും ആം ഹോളും ഇതുമായിട്ട് കറക്റ്റായിട്ട് പോകുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ടക്കിട്ട് ഒരു ഇത്തിരി പിടിക്കുമല്ലോ ഈ ലൈനിൽ, കൈക്കുഴിയുടെ ഭാഗത്ത് നമ്മൾ ടക്കിടുമ്പം 4 ഇഞ്ചോളം പോവുമല്ലോ. ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടോ, അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് വിടണം. അപ്പോൾ ഇങ്ങനെ വേണം കട്ട് ചെയ്ത് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ബ്ലൗസിൻ്റെ, ചുരിദാറിൻ്റെ, ഫ്രോക്കിൻ്റെ, ഗൗണിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലാസ്സുകളുണ്ട്. ബ്ലൗസിൻ്റെ മാത്രം ക്ലാസ്സുകളുണ്ട്, ചുരിദാറിൻ്റെ മാത്രം ക്ലാസ്സുകളുണ്ട്, ഫ്രോക്കിൻ്റെ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഏതാ ചേരാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരിക. എല്ലാ ടൈപ്പ് മോഡലുകളും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്കിതിനകത്ത് സാധാരണ ബാക്ക് പടി, കൊളുത്ത് വെക്കുന്ന പടി, അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗം ക്രോസ് പീസ് ഒക്കെ കട്ട് ചെയ്താൽ മതി. അതൊക്കെ അറിയാമല്ലോ. ക്രോസ് പീസ് കഴുത്തിന് ബാക്കിൽ 1.5 ഇഞ്ച്, ഫ്രണ്ടിൽ 2.5 ഇഞ്ച് കൊളുത്ത് വെക്കുന്നത് അരിപ്പടി, അതുപോലെ തന്നെ കൊളുത്തിടുന്നത് 1.5 ഇഞ്ച്. അത് പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം വേണമെന്നുണ്ട് ഇതേപോലെ തന്നെ ഒരു 4 എണ്ണം കൂടെ വെട്ടണം. ഈ ബ്ലൗസിൽ നമുക്ക് കിട്ടുമെങ്കിൽ എടുക്കാം, വേണ്ട ബാലൻസ് പീസ് നമുക്ക് കൂടെ ഉണ്ട്. ഇതിൽ വെച്ച് നമുക്ക് 1 എണ്ണം കൂടെ എടുക്കാം. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 1.5 ഇഞ്ച് വീതിയിൽ ബാക്ക് പടി വെട്ടണം. ഇതങ്ങ് വെട്ടാം നമുക്ക്. നമ്മൾ ബാക്ക് പടിയും വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അരിപ്പൊടി വെട്ടണം. അരിപ്പൊടി 2.5 ഇഞ്ച് വീതിയിൽ കേട്ടോ. ഇതങ്ങെടുക്കാം. അരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ കൊളുത്ത് ഇടുന്ന ഭാഗം, ബ്ലൗസിൻ്റെ കൊളുത്തിടുന്ന ഭാഗം. ഇത് 1.5 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ കൊളുത്ത് വെക്കാനായിട്ട്, ബ്ലൗസ് വെക്കത്തില്ലേ നമ്മൾ, ഇതിൽ നമുക്കെല്ലാം കിട്ടി. ആ കട്ടിങ് പീസ് ഇനി ഒന്നും കൂടെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ക്രോസ് പീസ് വെട്ടണം. ക്രോസ് പീസ് വെട്ടുമ്പം നമുക്ക് ഒറ്റ ലെവലായിട്ട് കിട്ടത്തില്ല. ഒരു 1.25, ഞാൻ 1 എടുക്കുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ 1, ഇതേപോലെ 1.25 കുറച്ച് നീളത്തിൽ. ഈ ഒരെണ്ണം വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെവലിൽ വെച്ചങ്ങ് വെട്ടാം. ഇങ്ങനെ വെട്ടുന്നത് നേരെയാണ്, ഇങ്ങനെ വെട്ടുന്നതാണ് ക്രോസ് വരുന്നത് കേട്ടോ. ബ്ലൗസൊക്കെ വെട്ടുമ്പം കറക്റ്റ് 1 മീറ്റർ 1.10 കാണുള്ളൂ. അപ്പോൾ അതനുസരിച്ച് തുണി വേസ്റ്റ് ആക്കാതെ ഒരു സൈഡിൽ നിന്ന് വെട്ടിപ്പടിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം അങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത്. ബ്ലൗസിൻ്റെ ക്ലാസ്സിലും എല്ലാം അവരങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. അതുകൊണ്ടൊരു അവർ തയ്ച്ചിട്ട് ഫോട്ടോയും കാണിക്കുന്നുണ്ട്. എല്ലാ മോഡൽ ബ്ലൗസുകളും ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പിൽ വരിക. ഈ കോർണറൊക്കെ ഉണ്ടല്ലോ, ഇതങ്ങ് നേരെ ആക്കിയിട്ട് ജോയിൻ ചെയ്താൽ മതി. അതിപ്പോൾ ചരിഞ്ഞും അങ്ങനെ ഒന്നും വെക്കണമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം അങ്ങ് നേരെ ആക്കിയാൽ അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒറ്റ കട്ട് ചെയ്താലും മതി. അവിടെ ആ ചരിവ് വേണമെന്നില്ല കേട്ടോ.
ക്രോസ് പീസും വെട്ടിക്കഴിഞ്ഞല്ലേ. അതല്ല ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റ് നൂലും എടുത്ത് അളവ് ബ്ലൗസിൽ മടക്കി വെക്കണം. എന്നിട്ട് തയ്ക്കാൻ പോകണം. അല്ല ഇങ്ങനെ വേണം, ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് കറക്റ്റ് നൂലും എടുത്ത് വെക്കണം. ഈ ബാലൻസ് വരുന്നത് നമ്മൾ മാറ്റി വെച്ചേക്കണം. എന്തെങ്കിലും പോരായ്മ വരുന്നെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് തുണി വേണ്ടി വരുന്നെങ്കിൽ ഈ ഇത് നോക്കി എടുക്കണം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ചെയ്ത് പഠിക്കുക. ഓക്കെ.